ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? വെബ്സൈറ്റ് ആണ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. നമ്മളൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ കൊണ്ടുവരുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ ഷോപ്പിന് ഈക്വലാണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ ഷോപ്പിന് ഈക്വലാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഷോപ്പ് വളരെ ബ്യൂട്ടിഫുള്ളി നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ആയിരിക്കണം വെബ്സൈറ്റ്. വെബ്സൈറ്റ് നല്ല വെബ്സൈറ്റ് ഉണ്ടാകണം. നമ്മുടെ ഒരു ഓഡിയൻസ് വരുമ്പോൾ അവരെ ഹാപ്പി ആക്കണം. ഓക്കെ, കൃത്യമായ പ്രൊഡക്റ്റും സർവീസൊക്കെ കൃത്യമായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇനി ഞാനപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു ബേസിക് ആണ് പറഞ്ഞ, എല്ലാത്തിലേക്ക് നമ്മൾ പോകും. ഇനി ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് HTML. നമ്മളിപ്പോ തൽക്കാലം പഠിക്കാൻ പോകുന്ന അതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോ പഠിക്കുന്നില്ല. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് HTML-നെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തൽക്കാലം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചാൽ ഞാൻ കുറച്ച് വെബിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാലാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഡെപ്തിൽ മനസ്സിലാവും. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് HTML. ഓക്കെ, HTML-ന് ആദ്യം തന്നെ വേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യണം. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ടേം ആണ് HTML. അതിന്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആദ്യം തന്നെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ആദ്യം തന്നെ ഇപ്പൊ ടൈപ്പ് ചെയ്യേണ്ട ഇവിടെ നോക്കിയാൽ മതി, എല്ലാവരും നോക്കാം. HTML ഇങ്ങനെ ചെയ്യാം. ഇതിനാണ് HTML സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം. HTML സ്റ്റാർട്ട് ചെയ്തു. ഇനി HTML ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ബാക്ക്വേർഡ് സ്ലാഷ് അടിച്ചിട്ട് HTML തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പൊ HTML ക്ലോസ് ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് ബോഡി സ്റ്റാർട്ട് ചെയ്തു. ബോഡി എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്തു. എന്ത് സ്റ്റാർട്ട് ചെയ്താലും ക്ലോസ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡാണ് ഇത്. ഇങ്ങനെ എന്താണ്? HTML ആണ് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതാണ് ക്ലോസ് ചെയ്യുക. ഇതെല്ലാവരും നിങ്ങളുടെ ബുക്കിലൊന്ന് ചെയ്ത് ഞാൻ വേണമെങ്കിൽ ചാറ്റിലിട്ട് തരാം. ഓക്കെ, ആദ്യം തന്നെ പ്രദീപ് സാറെ നോട്ട് പാഡ് ക്ലോസ് ചെയ്ത് ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാതെ. ഓപ്പൺ ചെയ്യും. കണ്ടെങ്കിൽ ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ഇനി അവിടെ ടൈപ്പ് ചെയ്തോ HTML ടൈപ്പ് ചെയ്യാം. ഇതാണ് HTML സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. എൻ്റർ അടിക്കുക. HTML ക്ലോസ് ചെയ്യാം. ഇനി ബോഡി സ്റ്റാർട്ട് ചെയ്യാം. HTML കഴിഞ്ഞിട്ട് എൻ്റർ. ബോഡി സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെ ബോഡി സ്റ്റാർട്ട് ചെയ്യാം. എൻ്റർ അടിക്കുക. ബോഡി ക്ലോസ് ചെയ്യാം. ഇനി ബോഡിയുടെ ഉള്ളിലാണ് എഴുതണ്ടേ. എന്ത്? ബോഡിയുടെ ഉള്ളിലാണ്. അത് തന്നെ. വെരി ഗുഡ്. എൻ്റർ അടിക്കുക. വെരി ഗുഡ്. അവിടെ അടിക്കുക. ഇന്റർനെറ്റിൽ എന്തെങ്കിലും എഴുതിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്തോ. സേവ് ചെയ്യാം ഫയലിനെ. സേവ് ചെയ്യുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സേവ് കൊടുക്കാം. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തോ. അവിടെ നിങ്ങളുടെ പേര് .html കൊടുക്കാം. പ്രദീപ് .html. ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. ഇനിയും താഴെ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓൾ ഫയൽ ആക്കാം. സേവ് കൊടുക്കാം. വെരി ഗുഡ്. അത് മിനിമൈസ് ചെയ്യുക. ക്ലോസ് ചെയ്യരുത്. ഈ നോട്ട് പാഡ് ക്ലോസ് ചെയ്യരുത്, മിനിമൈസ് ചെയ്യാം. പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ഫയൽ വന്നിട്ടുണ്ടോ? ഡെസ്ക്ടോപ്പിൽ മുകളിൽ ഏറ്റവും മുകളിൽ കാണാം. മുകളിൽ പ്രദീപ് എന്ന് കണ്ടാ അത് ഓപ്പൺ ചെയ്യാം. കണ്ട, ദിസ് ഈസ് പ്രദീപ് നായർ വെബ്സൈറ്റ് എന്ന് വരും. മൈക്രോസോഫ്റ്റ് വേർഡ് പറ്റില്ല, നോട്ട് പാഡ് തന്നെ ഓപ്പൺ ചെയ്യണം. അവിടെ ഫയൽ നെയിം അല്ലേ, ebin.html എന്ന് ടൈപ്പ് ചെയ്യ. ebin.html.
അതിന്റെ താഴെ കണ്ട ഓൾ ഫയൽ ഉണ്ട്, ടെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെ അത് ഓൾ ഫയൽ സെലക്ട് ചെയ്യും. അതാണ് പ്രധാനപ്പെട്ടത്. എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യാം. മിനിമൈസ് ചെയ്യാം. ക്ലോസ് ചെയ്യരുത്, നോട്ട് പാഡ് ക്ലോസ് ചെയ്യരുത്. നോട്ട് പാഡ് എവിടെയാ, എവിടെ സേവ് അത് ഓപ്പൺ ചെയ്തേ. ഓക്കെ ഡി. വന്നൂലോ. വെരി ഗുഡ്. ഏറ്റടിയിൽ പ്രദീപ് സാറിനെ കണ്ട സ്ക്രീൻ അത് മിനിമൈസ് ചെയ്ത് സാറേ, അത് മിനിമൈസ് ചെയ്ത്. ഏറ്റടിയിൽ കണ്ട ടൈപ്പ് ഹിയർ ടു സെർച്ച്, അവിടെ പോയി നിങ്ങൾ നോട്ട് പാഡ് ടൈപ്പ് ചെയ്യാ. കണ്ട അപ്പൊ മുകളിൽ നോട്ട് പാഡ് വരും. കണ്ട അതും ഓപ്പൺ ചെയ്യാം. ഇത്രയുള്ളൂ. കണ്ട ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് പാഡ് കിട്ടും. ബ്രൗസറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് HTML. ബ്രൗസർ എന്ന് പറഞ്ഞറിയാലോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല, ക്രോം, ഇതിനൊക്കെ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് എന്ത്. അപ്പൊ ഒരു വെബിന്റെ ബേസിക് എന്ന് പറഞ്ഞത് HTML ആണ്. അപ്പൊ ബ്രൗസറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് എന്ത്, HTML. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, HTML സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ബോഡി സ്റ്റാർട്ട് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഈ ബോഡിയുടെ അകത്ത് എന്താണോ എഴുതിയത് അതാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. ക്ലിയർ ആയല്ലോ? ബോഡിയുടെ അകത്ത് എന്താണോ എഴുതണേ അതാണ് സ്ക്രീനിൽ കണ്ടത്. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ അതിൽ എഴുതണം. ഞാനിത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ബോഡിയുടെ അകത്ത് എഴുതണം എല്ലാവരും. ഇന്റർനെറ്റിന് മുന്ന് നിങ്ങൾ ബി ടൈപ്പ് ചെയ്യുക. ബി എന്ന് പറയുന്നത് ബോൾഡ് ആണ്. ഓക്കെ, ഈ ലീഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബി ക്ലോസ് ചെയ്തു. ഓക്കെ, നോട്ട് പാഡ് ഒരിക്കലും ക്ലോസ് ചെയ്ത് കളയരുത്. ആ നോട്ട് പാഡ് മിനിമൈസ് ആണ് ചെയ്യേണ്ടത്. മിനിമൈസ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇന്റർനെറ്റ് ലീഡ്സ്, ഇന്റർനെറ്റിന് മുന്നേ ബി സ്റ്റാർട്ട് ചെയ്യുക, ബോൾഡ് ബി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലീഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബി ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ നോട്ട് പാഡ് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് വീണ്ടും ആ ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്റർനെറ്റ് ലീഡ്സ് മാത്രം ബോൾഡിൽ കിടക്കുന്നത്. കണ്ട, ഇതേപോലെ ചെയ്യണം. ഇവിടെ കണ്ട, ക്ലോസ് ചെയ്യും, ഫയൽ ക്ലിക്ക് ചെയ്യും, സേവ്. ഇനി ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യും. ഓക്കെ, ഫയൽ നെയിമിന്റെ അവിടെ ക്ലിക്ക് ചെയ്യും. ഫയൽ നെയിം അവിടെ നിങ്ങൾ teji.html ടൈപ്പ് ചെയ്യും. teji.html താഴെ ഓൾ ഫയൽ അടി, ഓൾ ഫയൽ സേവ് ചെയ്യും. ഇനി അത് മിനിമൈസ് ചെയ്യല്ലാം. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ വന്നിട്ടുണ്ടാവും. കണ്ട, ടെജി വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം. അത് ഓപ്പൺ ചെയ്യും. അതന്നെ ടച്ച് കണ്ട, അത് ഓപ്പൺ ചെയ്യും. വെരി ഗുഡ്. കണ്ടാ, വെരി ഗുഡ്. ഇനി കണ്ട, അപ്പൊ നിങ്ങൾ ബി ഇട്ടപ്പോ ബി സ്റ്റാർട്ട് ചെയ്തു, ബി ക്ലോസ് ആയി. അപ്പൊ ബിയുടെ ഉള്ളിലുള്ളത് ബോൾഡ് ആയി. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കിട്ടണ്ടല്ലോ അല്ലെ? ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. നോട്ട് പാഡ് ക്ലോസ് ചെയ്യരുത്, നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് തന്നെ വെക്കാം. അടുത്തത് കേരളാസ് ലീഡിംഗ് SEO ട്രെയിനിങ് ഉണ്ടോ? അതിന് മുന്നേ നിങ്ങൾ യു കൊടുക്ക. അപ്പൊ ടെജി സാർ അത് ടൈപ്പ് ചെയ്തിട്ടപ്പോഴേക്കും കേരള ലീഡിംഗ് SEO ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം. യു കൊടുക്ക. യു എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലീഡിങ് കഴിഞ്ഞിട്ട് യു ക്ലോസ് ചെയ്യാം. ലീഡിങ് കഴിഞ്ഞിട്ട് യു ക്ലോസ് ചെയ്യാം. എല്ലാരും സ്ക്രീനിൽ കണ്ടല്ലോ, അതേപോലെ അവിടെ ചെയ്യാം. ഇതേപോലെ കേരളാസ് ലീഡിങ്, ഇവിടെ യു സ്റ്റാർട്ട് ചെയ്യുക, യു എന്ന് പറഞ്ഞ അണ്ടർലൈൻ. ഇതിവിടം വരെ യു ക്ലോസ് ചെയ്തു. അപ്പൊ കേരളാസ് ലീഡിംഗ് എന്നുള്ളത് മാത്രം അണ്ടർലൈൻ ആവും. നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ വരണമെങ്കിൽ റിഫ്രഷ് ചെയ്യണം. റിഫ്രഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ഇങ്ങനെ ഒരു റൗണ്ട് പോലെ കണ്ട, അതുമ്മ ക്ലിക്ക് ചെയ്യാനാ പറഞ്ഞേ. മുകളിൽ കണ്ട, ഇവിടെ റൗണ്ട് പോലെ, അതുമ്മ ക്ലിക്ക് ചെയ്യാനോ. ഇതും മിനിമൈസ് ചെയ്യാം. അതിനാണ് മിനിമൈസ് ചെയ്യാന്ന് പറയാം. ഇനി അതിനൊന്നും കൂടി ഓപ്പൺ ചെയ്തേ. അപ്പൊ അത് അവിടെ താഴെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഓപ്പൺ അവിടെയല്ല ക്ലിക്ക് ചെയ്യണ്ട, താഴെ ക്ലിക്ക് ചെയ്യാം. മിനിമൈസ് അല്ലേ ചെയ്തേക്കണേ.
SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം എല്ലാവരും. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നേ ഐ അടിക്കുക, ഇറ്റാലിക്. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം, ഇത് ചെയ്യാം. കണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നേ ഐ ആണ് ഇടണ്ടേ. ഐ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രേ ഉള്ളൂ. നോട്ട് പാഡ് മിനിമൈസ് ചെയ്തിരിക്കുന്ന നോട്ട് പാഡ് ക്ലിക്ക് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നേ ഇതേപോലെ ഐ ടൈപ്പ് ചെയ്യുക. ഐ എന്ന് പറയുന്നത് ഇറ്റാലിക് ചരിഞ്ഞിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോട്ട് പാഡ് ഫയൽ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഡെസ്ക്ടോപ്പിലുള്ള ഫയൽ റിഫ്രഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഐ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലെസ് ദാൻ ഐ. അതിനെന്താ പറയണമെന്ന് അറിയാമോ? ഇറ്റാലിക്. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഐ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ഇനി അത് ഫയൽ സേവ് ചെയ്യും, മിനിമൈസ് ചെയ്യും, ഇത് റിഫ്രഷ് ചെയ്യും. കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ചരിഞ്ഞണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്യണോട്ടോ. നിങ്ങൾ അവിടെ നിങ്ങളുടേതായ തോന്നിയ ചെയ്തു വെക്കരുത് ആരും. H1 ഞാൻ പറഞ്ഞുതരാം. H1 എന്നാണ് ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട. ഞാൻ പറയണത് ശ്രദ്ധിക്കാം. H1 എന്നാണ് അതിനെ പറയണത്. H1 ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. H1 ക്ലോസ് ചെയ്തു. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് എന്നാണ് അർത്ഥം. ഹെഡിങ്. നിങ്ങൾ ആരും ടൈപ്പ് ചെയ്യരുത്. ഞാൻ പറയണത് ശ്രദ്ധിക്കുക ആദ്യം. H1 അത് HI അല്ല, H1. അത് കഴിഞ്ഞിട്ട് അത് കോപ്പി ചെയ്യാം, താഴെ പേസ്റ്റ് ചെയ്യാം. അണ്ട് 1 മാറ്റിയിട്ട് 2 ആക്കാം. ഇവിടെ 2 ആക്കാം. വീണ്ടും പേസ്റ്റ് ചെയ്യാം, 3 ആക്കാം. ഇവിടെ 3 ആക്കാം. വീണ്ടും പേസ്റ്റ് ചെയ്യാം, 4 ആക്കാം. 4 ആക്കാം. ക്ലിയർ ആയോ? H1 ക്ലോസ് ചെയ്തു, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. H2 ക്ലോസ് ചെയ്തു. H3 ക്ലോസ് ചെയ്തു. ഇതൊന്നും എല്ലാവരും നോട്ട് പാഡ് ഓപ്പൺ ചെയ്തേ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പല സൈസിലുള്ള ഹെഡിങ് വന്നു അല്ലെ? H1 അതായത് H1 ഇടുന്നതാണ് ഏറ്റവും വലുത് വരാ. അതാണ് 1 എന്ന് പറയുന്നത്. H1. H2 അതിലും ചെറുത്, പിന്നെ H3 അതിലും ചെറുത്. അടുത്തതാണ് ശ്രദ്ധിക്കുക. ഫോണ്ട് കളർ ഈക്വൽ ബ്ലൂ, സൈസ് ഈക്വൽ 25. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ 25 എന്നുള്ളത് 20 ഇട്ടിട്ട് നോക്കാം, 30 ഇട്ടിട്ട് നോക്കാം. അതാണ് കളർ ബ്ലൂ എന്നുള്ളത് റെഡ് ഇട്ട് മാറ്റി പഠിക്കുക. അങ്ങനെ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ അതുമാണ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയാം. കട്ടേ ഇനി മോളില് അവിടെ ഇറ്റാലിക്കായി അവിടെ അതിന്റെ ഉള്ളിൽ അവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും, അവിടെ പേസ്റ്റ് ചെയ്യും. അതിന്റെ ഉള്ളിലായിരിക്കണം വരണ്ടേ, ബോഡിയുടെ അകത്തായിരിക്കണം എല്ലാം വരണ്ടേ. ബോഡിയുടെ അകത്ത് പുറത്തു കൊണ്ടേ ചെയ്യരുത്. സേവ് ചെയ്. ഇത് ഞാൻ അടുത്ത് തരുന്നത് ബോഡിയുടെ അകത്ത് വരണം, ബോഡിയുടെ പുറത്തു കൊണ്ടേ ചെയ്യരുത്. ഞാൻ ബോഡിയുടെ അകത്തല്ല ചെയ്യണേ. ഈ ഫോണ്ട് കളർ ബ്ലൂ സൈസ് 25 എല്ലാവരുടെയും ചെയ്തിട്ട് റിസൾട്ട് വന്നോ? ഫോണ്ട് കളറിന്റെ സ്പെല്ലിംഗ് തെറ്റാ. COLOU ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഫോണ്ട് ക്ലോസ് ചെയ്യാം. ഇതാനടി ബാക്ക്വേർഡ് സ്ലാഷ് ഫോണ്ട് ഗ്രേറ്റർ ദാൻ ഇട്. ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യാന്ന് പറയാം. ഇനി സേവ് ചെയ്യും. ഇനി അത് റിഫ്രഷ് ചെയ്യും. ഓയിൽ എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് എന്നാ. അവിടെ ബുക്കിൽ എഴുതിക്കോ, ഓർഡേർഡ് ലിസ്റ്റ്. അതൊക്കെയാണ് ബുക്കിൽ എഴുതാം. ഓർഡേർഡ് ലിസ്റ്റ്. ഓയിൽ സ്റ്റാർട്ട് ചെയ്തു, ഓയിൽ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കണ്ട ബാക്ക്വേർഡ് സ്ലാഷ് ഓയിൽ. അതാണ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം. ഇനി അതിൻ്റെ ഉള്ളിലുള്ളതാണ് ലിസ്റ്റ്. LI എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ്. SEO. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും ലിസ്റ്റ്.
PPC ലിസ്റ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും ലിസ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അത് ക്ലോസ് ചെയ്തു. വീണ്ടും ലിസ്റ്റ് അനലിറ്റിക്സ് അത് ക്ലോസ് ചെയ്തു. ഇതിലെന്താണ്? അത് സേവ് ചെയ്തേ, അതിന് മിനിമൈസ് ചെയ്യേ, അത് റിഫ്രഷ് ചെയ്തേ. നിങ്ങൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. നേരത്തെ ചെയ്തിരിക്കുന്ന നോട്ട് പാഡ് ഉള്ളത് ഓപ്പൺ ചെയ്യാം. ആ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് എഴുതിയിട്ട് കമാൻഡ് ഇല്ലേ, ഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ആ ഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസ് വരെയുള്ളത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് തൊട്ട് താഴെ തന്നെ അത് വീണ്ടും പേസ്റ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, അതാണ് നല്ലത്, അല്ലെങ്കിൽ എന്റെ എനർജി പോകും. ഇതാണ് നിങ്ങൾ ഇവിടെ സ്ക്രീൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓ മാറ്റി അവിടെ യു ആക്ക. താഴെയും ഓ മാറ്റിയിട്ട് എന്താക്കണം? യു ആക്ക. ഇവിടെ താഴെ എന്തും ആക്കണം? ഓ മാറ്റിയിട്ട് യു ആക്ക. സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്യുക. അപ്പൊ എന്തിട്ട് സംഭവിക്കണം നോക്കാം. അടുത്തത് HREF. ഇതിനെയാണ് പറയണേ ഹൈപ്പർ ലിങ്ക്. അതിൽ നിങ്ങളെ SEO ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിലേക്ക് കൈ വന്ന് നോക്കിയാൽ അപ്പൊ ഒരു കൈ ഇങ്ങനെ കാണിക്കാം. നിങ്ങൾ ടേബിൾ എന്ന് പഠിച്ചോ. ടേബിളിന്റെ ഡെഫിനിഷൻ അറിയാമോ? ടേബിളിന്റെ ഡെഫിനിഷൻ. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? റോ ആൻഡ് കോളം, അതിനെയാണ് ടേബിൾ എന്ന് പറയാം. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ. ടേബിൾ ബോർഡർ ഈക്വൽ 1, width equal 25%. ടേബിൾ ക്ലോസ് ചെയ്തു. ടേബിൾ ക്ലോസ് ചെയ്തു. അതിന് മുന്നേ വേറൊരു സാധനം അയച്ചുതരാം. ആദ്യം തന്നെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ റോന്റെ കമാൻഡാണ് TR. ആ TR ഇവിടെ ക്ലോസ് ചെയ്തു. ആദ്യത്തെ റോ ആയി. ആദ്യത്തെ റോയിൽ എത്ര കോളം ഉണ്ട്? 2 കോളം. ഒരു കോളത്തിനുള്ളതാണ് TD, അതായത് 1 എഴുതി. TD ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ കോളാണ് TD, വീണ്ടും TD ക്ലോസ് ചെയ്തു. അപ്പൊ ആദ്യത്തെ റോ കഴിഞ്ഞു. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ്, അതാണ് TR. അത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ കോളം സ്റ്റാർട്ട് ചെയ്തു 3, അത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ TD സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. എല്ലാവരും നോക്കട്ടോ, കാണാം. google.com എടുത്തേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ സെർച്ച് ചെയ്ത് ഷാരൂഖ് ഖാൻ സെർച്ച് ചെയ്യുന്നത്. ഷാരൂഖ് ഖാൻ. അതിലെ ഇമേജ് കണ്ട, ഇമേജ് ക്ലിക്ക് ചെയ്യും. ഒരു ഇമേജ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇമേജ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. ആ സേവ് ചെയ്യും. സേവാസ് കൊടുക്കും. അതന്നെ സേവ് ഇമേജാസ്. അതന്നെ സേവ് ഇമേജാസ്. എന്നിട്ട് ആ ഡൗൺലോഡ് നെയിം കണ്ടോ? ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം. അവിടെ SRK എന്ന് കൊടുക്കുക. SRK എന്ന് കൊടുക്കുക. മതി, സേവ് ചെയ്യാം. ഓക്കെ, ഇനി ആ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കുഴപ്പമില്ല, കറക്റ്റാ. അവിടെ എഴുത് ലെസ് ദാൻ ഇമേജ് IMG ടൈപ്പ് ചെയ്. IMG സ്പേസ് അടി. അതിൽ IMG മതി, GE വേണ്ട. IMG സ്പേസ് SRC ഈക്വൽ
കോഡ്സ് സ്റ്റാർട്ട് ചെയ്യും. srk.jpeg എന്ന് കൊടുത്തേ, അത് ക്ലോസ് ചെയ്യും. നിങ്ങൾ ഇമേജ് സേവ് ചെയ്തിരിക്കുന്നതും ഈ ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തല്ലേ? ഓക്കെ, ഇനി ലെസ് ഗ്രേറ്റർ ദാൻ അടി JPG. സേവ് ചെയ്യും, സേവ് ചെയ്യാം. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കി. ആ പ്രദീപ് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ. സേവ് ചെയ്യും. ആ ഫയൽ, ആ ഇമേജ് ഇവിടെ തന്നെ കൊണ്ടിടണം. കോപ്പി. ഒരു മിനിറ്റ്. JPG എന്ന കീ വേണ്ട. കണ്ടാ? എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്യാം, സേവ് ചെയ്യാം. ഷാരൂഖ് ഖാന്റെ തന്നെ ചെയ്തോ. എന്നിട്ട് ഫയൽ നെയിം കൊടുക്കണത് SRK എന്ന് കൊടുക്കണം. SRK HTML കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചിട്ട് ഇവിടെ ഞാൻ പുതിയത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹെഡ് ക്ലോസ് ചെയ്യാം. ടൈറ്റിൽ ശരി, നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് HTML സ്റ്റാർട്ട് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. ഹെഡ് ഇവിടെ കണ്ട ഞാനൊരു പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ട്. അതായത് ബോഡിയുടെ മോളിൽ കണ്ട ഇത്തരം കാര്യം എഴുതി. ഹെഡ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഹെഡ് ക്ലോസ് ചെയ്തു. ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. മെറ്റാ നെയിം ഈക്വൽ ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് ഈക്വൽ കേരളാസ് എന്ന് എഴുതി. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് ഇട്ടിട്ടില്ലേ, അത് ആ നോട്ട് പാഡിലേക്ക് ടൈപ്പ് ചെയ്യും. ബാക്ക്വേർഡ് അടി, ഒരു സ്പേസ് അടി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ആ ഫയലുമ ക്ലിക്ക് ചെയ്ത് ഫയലുമ സേവ് ആസ് അടി. നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും പറയണതിന് മുമ്പ് സേവിങ് കഴിഞ്ഞു. ഡെസ്ക്ടോപ്പില് നിങ്ങളുടെ പേര് എഴുതുക, നിർമ്മൽ. ആ ഫയൽ നെയിം എഴുതും, നിർമ്മൽ.html. എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മാത്രം ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ചാടി സേവ് ക്ലിക്ക് ചെയ്യരുത്. ഇനി ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഉണ്ടോ, അതിപ്പോ സെലക്ട് ചെയ്യും. ഓൾ ഫയൽ സേവ് ചെയ്യും. ഇനി അത് മിനിമൈസ് ചെയ്യും. ക്ലോസ് അല്ല ചെയ്യേണ്ട, മിനിമൈസ് ചെയ്യാം. നിർമ്മൽ എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടോ, ഓപ്പൺ ചെയ്യും. ഓക്കെ ഡി. ഇവിടെ ശ്രദ്ധിക്കാം. നിർമ്മല ആ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്തേ. വെരി ഗുഡ്. ആ ബോഡിയുടെ അകത്തുണ്ട് ദിസ് ഈസ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. നിർമ്മല കണ്ടോ? കണ്ടു. ഇനി വീണ്ടും ആ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തേ. പുറത്ത് അവിടെ ക്ലിക്ക്. അവിടെ വന്ന ബോഡിയുടെ അകത്ത് വന്നിട്ടുണ്ടോ? ബോഡിയുടെ അകത്ത് എഴുതുന്നതാണ് അവിടെ വരാം. ഓക്കെ, ഇന്നലത്തെ വീഡിയോ കാണാം, അപ്പൊ കുറെ കൂടി മനസ്സിലാവും. വീണ്ടും നോട്ട് പാഡ് ഓപ്പൺ ചെയ്തേ. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ ഹെഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കണുണ്ടോ? അതായത് ടൈറ്റിലിന്റെ മുകളില് SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിക്കണ കണ്ടോ? അന്ന് സെലക്ട് ചെയ്. അങ്ങനെ സെലക്ട് ചെയ്യാം.
ഇതാണ് ടൈറ്റിൽ ടാഗിന്റെ ഉള്ളിൽ എഴുതുന്നത്. അതായത് ബോഡിയുടെ അകത്ത് എഴുതുന്നതാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ടത്. ഇനി ബോഡിയുടെ മുകളിൽ എഴുതിക്കുന്നതാണ് ഹെഡ് ടാഗ്. അതാണ് ഹെഡ് ടാഗ് ടാഗ്. ഹെഡ് ടാഗിന്റെ ഉള്ളിലുള്ള ഒരു ടാഗാണ് ടൈറ്റിൽ. SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ വീണ്ടും സ്ക്രീൻ എടുത്തേ. വെരി ഗുഡ്. അവിടെ നിങ്ങൾ ആ ടാബും എഴുതിക്കുന്നുണ്ട് SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുകളിൽ ടാബുമേ. ആ അതന്നെ, എല്ലാവരും കണ്ടോ? അത് തന്നെ അവിടെ വെക്കുക, SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് എവിടെ എഴുതണത്? അഞ്ചും വീണ്ടും നോട്ട് പാഡ് എടുത്ത് ഈ ടൈറ്റിൽ ടാഗിൽ എഴുതുന്നതാണ് അവിടെ വരാ. ക്ലിയർ ആയോ? ഇനി ഡിസ്ക്രിപ്ഷൻ കണ്ടോ? ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് കണ്ടന്റ് ഈക്വൽ എഴുതിയിട്ടുണ്ട് കേരളാസ് ലീഡിംഗ് SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് എവിടെ വന്നെന്ന് കാണിച്ചത്. മിനിമൈസ് ചെയ്യ്, നോട്ട് പാഡ് മിനിമൈസ്. മറ്റേ സ്ക്രീൻ ക്ലിക്ക് ചെയ്യ്, പുറത്ത്. ആ ഇതിന്റെ ആ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് വ്യൂ സോഴ്സ് അടിച്ച് റൈറ്റ് ക്ലിക്ക് വ്യൂ. ഒരു മിനിറ്റ് അത് ക്ലോസ് ചെയ്ത് ആ നിർമ്മൽ ഡോട്ട് അത് ക്ലോസ് ചെയ്ത് ആ പയ്യെ റൈറ്റ് ക്ലിക്ക് അടി. ആ താഴെ കണ്ട വ്യൂ പേജ് സോഴ്സ് അതുമ്മ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്ന HTML കാണാം. കണ്ടാ? ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കണം. കണ്ടാ? ഇതേപോലെ കാണാം. ക്ലിയർ? അത് ക്ലോസ് ചെയ്യും. നിർമ്മൽ ഡോട്ട് അവിടെ. ഇനി അവിടെ വീണ്ടും ഒരു ടാബ് ഓപ്പൺ ചെയ്ത് പുതിയ ടാബ് ഓപ്പൺ ചെയ്യാൻ തോന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്യും. വെരി ഗുഡ്. ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് പ്രൈവറ്റ് SEO ട്രെയിനിങ് സെർച്ച് ചെയ്ത് താഴേക്ക് വാ. പയ്യേട്ടാ, സ്പീഡിൽ പോകരുത്. മിസൈൽ പോണ പോകരുത്. അവിടെ മതി. അവിടെ എന്റെ സൈറ്റ് കണ്ടോ? internetleadstraining.com. ശ്രദ്ധിക്കുക, അവിടെ ആ വെബ്സൈറ്റിന്റെ താഴെ കണ്ട പ്രൈവറ്റ് അവന്റെ ഗ്രൂപ്പ് SEO എന്ന് എഴുതിക്കുന്നുണ്ടോ? അവിടെ നിന്ന് മൗസ് വെച്ച് സെലക്ട് ചെയ്ത് മതി. ഇത് എന്ന് പറയുന്നത് ആ പേജിന്റെ ടൈറ്റിലുള്ളതാണ് ഇവിടെ വരാ. ക്ലിയർ ആയോ? അതേപോലെ അതിന്റെ താഴെ ഒരു സെന്റൻസ് എഴുതിക്കണ്ടില്ലേ, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓഫേഴ്സ്. അത് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എഴുതി കാണിച്ചില്ലേ നേരത്തെ? ആ SEO ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ടാബ് ഓപ്പൺ ചെയ്തേ. അത് ഓപ്പൺ ചെയ്യും. ഇതിന്റെ റൈറ്റ് ക്ലിക്ക് അടിച്ച് വ്യൂ സോഴ്സ് എടുക്കുക. വെരി ഗുഡ്. ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ മെറ്റാ നെയിം ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് ഈക്വൽ ഒരു കോഴ്സിനകത്ത് എഴുതിയില്ലേ കേരളാസ് ലീഡിംഗ് SEO. ആ കണ്ടന്റിന്റെ ഉള്ളിൽ എഴുതുന്നതാണ് വീണ്ടും ആ പ്രൈവറ്റ് ഇവിടെ വരുന്നത്. ആ ടൈറ്റിലിന് താഴെ എഴുതുന്നില്ലേ, അത് സെലക്ട് ചെയ്ത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓഫേഴ്സ്. ഇത് താഴെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓഫേഴ്സ് എഴുതിയിട്ടുണ്ടോ? അത് സെലക്ട് ചെയ്ത് കണ്ട അവിടെ എഴുതിയിരിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്ന സാധനമാണ് ഇവിടെ വരാ. ക്ലിയർ ആയോ? ഇനി ആ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ട അതിന്റെ ആ മൗസോടെ വെച്ച് ടൈറ്റിൽ കണ്ട ആ ടാബ് വെച്ച് ടാബ് പ്രൈവറ്റ് ആൻഡ് ഗ്രൂപ്പ് SEO എന്ന് കണ്ട. ടാബ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചൊരു ഫയൽ മോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? നിർമ്മൽ.html. അതിനാണ് ടാബ് എന്ന് പറയാം. ആ ഏറ്റവും ലാസ്റ്റിലത്തെ ടാബ് ഉണ്ട് പ്രൈവറ്റ് ആൻഡ് ഗ്രൂപ്പ് SEO. അവിടെ ഉണ്ടോ? അതാണ് ടൈറ്റിൽ ടാഗ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ വന്നില്ലേ? അതാണ് പോരാ. ഇനി ആ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ വ്യൂ സോഴ്സ് അടിച്ച് വെബ്സൈറ്റിന്റെ ഉള്ളിലേക്ക് അവിടെ റൈറ്റ് ക്ലിക്ക് അടി പേജ് വ്യൂ സോഴ്സ്. ഇതിന്റെ മുകളിൽ എവിടെ എഴുതിക്കുന്നുണ്ട്? ടൈറ്റിൽ എഴുതിക്കുന്നുണ്ടോ? ഏറ്റവും മുകളിൽ ഹെഡ്, അതിന്റെ താഴെ മെറ്റ എന്നൊക്കെ ഏറ്റവും മുകളിൽ ടൈറ്റിൽ ഉണ്ടോ? സെലക്ട് ചെയ്ത്
കണ്ടാ? ഈ ടൈറ്റിൽ ടാഗ് ആണ് വരാ. ഇനി മെറ്റാ നെയിം ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് എഴുതിക്കണണ്ടാ? മെറ്റാ നെയിം ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് അത് സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യും, എന്നാലും എല്ലാരും കാണുള്ളൂ. ഇതില്ലേ, ഇതാണ് നിങ്ങൾ അവിടെ കണ്ടേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബോഡിയുടെ അകത്ത് എഴുതുന്നതാണ് ആ സ്ക്രീനിൽ കാണുന്നത്. ഇത് ബോഡിയുടെ പുറത്താണ്. ഹെഡ് ടാഗ് കോൺസെപ്റ്റ് കിട്ടിയാ? ഹെഡ് ടാഗിലുള്ള രണ്ടെണ്ണമാണ്. ഒന്ന് ടൈറ്റിൽ. ടൈറ്റിൽ എവിടെ വന്നെ നിങ്ങൾ കണ്ടു? ആ ടാബ് മോഡ് എഴുതി കാണിക്കാണ് ടൈറ്റിൽ. രണ്ട് ഡിസ്ക്രിപ്ഷൻ വന്നെ കണ്ടു. നിർമ്മല ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യും. എല്ലാവരും നോക്കട്ടെ, അടുത്ത് നോക്കാം. ഇനി പുതിയ ടാബ് അത് ക്ലോസ് ചെയ്തോ. ആ ടാബ് ക്ലോസ് ചെയ്യും. ശരി, വീണ്ടും ഗൂഗിൾ നെക്സ്റ്റ് ടാബ് ഓപ്പൺ ചെയ്ത് ഗൂഗിളില് ടൈപ്പ് ചെയ്യും. blogger.com എടുത്ത് blogger.com. എല്ലാവരും ശ്രദ്ധിക്കട്ട, blogger.com. BLOGGR. അതന്നെ, ഒരു ജി എഴുതുക. നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോണെന്ന് കാണാൻ പോണ. കണ്ട, ക്രിയേറ്റ് യുവർ ബ്ലോഗ്. ഓക്കെ, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യും. നിങ്ങൾ ലോഗിൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കൺസൾട്ടിങ് തുടങ്ങാം. അപ്പൊ നിങ്ങൾ അവിടെ എഴുതിക്കോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിങ് ഹെഡിങ് കൊടുക്കുക. ഡി ക്യാപിറ്റലോട്. നെക്സ്റ്റ് അടി. നിങ്ങളുടെ പേര് .blogspot കിട്ടോ നോക്ക്. നിർമ്മലിന്റെ ഫുൾ പേര് എഴുതുക, സ്പേസ് ഇടരുത്. നിർമ്മൽ അല്ല, അപ്പൊ അവൈലബിൾ അല്ല. കണ്ടാ, നിങ്ങളുടെ ഫുൾ പേരെന്താ? നിർമ്മൽ എൻ. ആ, വീട്ടു പേരെന്താ? നിർമാല്യം. ആ, അങ്ങനെ കൊടുക്കുക. നിർമാല്യം. നിർമ്മൽ നിങ്ങളുടെ പേര് ഇങ്ങനെ കൊടുത്ത അവിടെ അവൈലബിൾ ആണ് കാണിക്കും. ദ ബ്ലോഗ് അഡ്രസ് ഈസ് അവൈലബിൾ. അപ്പൊ നിങ്ങളുടെ ഡൊമൈൻ എന്താന്ന് അറിയാമോ? നിർമാല്യം.blogspot.com. വെബ്സൈറ്റ് റെഡി ആയി. നെക്സ്റ്റ് അടി. നിങ്ങളുടെ പേര് കൊടുക്ക്. നിർമ്മൽ എന്ന് കൊടുത്തോ. നിർമ്മൽ എൻ ക്യാപിറ്റലോട്. ഫിനിഷ്. നിങ്ങളുടെ ഡൊമൈൻ റെഡിയായി. ഇനി നിങ്ങളുടെ ബ്ലോഗിലേക്ക് ഒരു കണ്ടന്റ് ഏതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ട ന്യൂ പോസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ കണ്ട ന്യൂ പോസ്റ്റ് അത് ക്ലിക്ക് ചെയ്യും. അവിടെ ടൈറ്റിൽ ഉണ്ടോ? ആ ടൈറ്റിൽ മോളിൽ ടൈറ്റില് അവിടെ എഴുതി വെൽക്കം ടു മൈ ബ്ലോഗ്. ആ, വെൽക്കം ടു മൈ ബ്ലോഗ് ഇല്ലെങ്കിൽ താഴെ പാരാഗ്രാഫ് എഴുതു. താഴെ അവിടെ ക്ലിക്ക് ചെയ്യും. ഐ ആം നിർമ്മൽ. ഫുൾ നിങ്ങളുടെ പേര് എഴുതുക. @internetleadstraining.com. ഇനി അടുത്ത സെന്റൻസ് ചെയ്ത് സ്പേസ് അടി. ഐ ഹാവ് ഡൺ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇൻ ഫോളോവിങ് സബ്ജക്ട്സ്. മോളില് കണ്ട, മോളില് മോളില് റൈറ്റ് സൈഡിൽ കണ്ട ഒരു ബുള്ളറ്റ് പോയിന്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കാം. അവിടെ ഫസ്റ്റ് കണ്ട, ഫസ്റ്റ് വൺ അതിൽ ഫസ്റ്റ് വൺ. ആദ്യത്തെ ലെഫ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്യും. ആദ്യത്തെ അതിൽ ആദ്യത്തെ ഏതാ? ഇനി അവിടെ എഴുത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അത് കറക്റ്റ് ചെയ്യാം. പിന്നെ കറക്റ്റ് ചെയ്യാം. എൻട്രടി ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ചെയ്യാം. അത് ബാക്ക്വേർഡ് എൻട്രടി. ഏറ്റെടുത്ത് പോയി എൻട്രടി. അടുത്ത എൻട്രടി പേപ്പർ ക്ലിക്ക്. എൻട്രടി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്.
റെഡി ലീഡ് ജനറേഷൻ. ഇനി നിങ്ങൾക്ക് ഐ റീസെന്റ്ലി കംപ്ലീറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഴുതിയില്ലേ? ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് മാത്രം സെലക്ട് ചെയ്ത് വെരി ഗുഡ്. ഏറ്റവും മുകളിൽ ബോൾഡ് ഉണ്ട്, ബി 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 അത് ക്ലിക്ക് അപ്പൊ അത് ബോൾഡ് ആയി. ഇനി ഐ ഇന്റർനെറ്റ് ലീഡ് ട്രെയിനിങ് .com സെലക്ട് ചെയ്ത് ഓക്കെ, അത് അവിടെ പോയി അണ്ടർലൈൻ കൊടുക്കുമ്പോൾ അണ്ടർലൈൻ ആയി. ഇനി ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മൾ സെലക്ട് ചെയ്ത് അത് പോയി ഇറ്റാലിക് ആക്ക് ഐ. ഇനി സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സെലക്ട് ചെയ്ത് ആ മുകളിൽ ഏന്നുണ്ട് അത് ക്ലിക്ക് കളർ മാറ്റ്. അതൊക്കെ റെഡ് കൊടുക്ക്. മനസ്സിലായ? ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ വെൽക്കം ടു മൈ ബ്ലോഗിന്റെ അടിയിൽ ഒരു പെൻ കണ്ട മുകളിലെ ടൈറ്റില് അവിടെ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ HTML വ്യൂ കാണാം, അത് ക്ലിക്ക് ചെയ്യും. കണ്ട അതിലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കണ്ടുപിടിച്ച് ഐ റീസെന്റ്ലി കംപ്ലീറ്റഡ് എന്നുള്ളത് കണ്ട അവിടെ ബി ഓട്ടോമാറ്റിക്കലി വന്നു, ബോൾഡ് ടാഗ്. ക്ലിയർ ആയോ? ഇനി വീണ്ടും ആ വെൽക്കം ടു മൈ ബ്ലോഗിന്റെ അടിയിൽ ക്ലിക്ക് ചെയ്ത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആരോ ഉണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യും. കമ്പോസ് വ്യൂ അടി കണ്ട വീണ്ടും ബാക്ക് ആയി. ഇനി റൈറ്റ് സൈഡിൽ പബ്ലിഷ് ഉണ്ടോ? റൈറ്റ് ഏറ്റവും ടോപ്പിലാ, വെരി ഗുഡ്. അവിടെ ക്ലിക്ക് ചെയ്ത പബ്ലിഷ് ആയി. പബ്ലിഷ് ചെയ്തോ, കൺഫേം. ലെഫ്റ്റ് സൈഡിൽ അടിയിൽ കണ്ടോ വ്യൂ മൈ ബ്ലോഗ്, സ്ക്രോൾ ചെയ്യ് ലെഫ്റ്റില്, ലെഫ്റ്റ് സ്ക്രോൾ ചെയ്യ്, വ്യൂ ബ്ലോഗ് ഉണ്ടോ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പേര് മുകളിൽ വന്നിട്ടുണ്ടോ നിർമാല്യം.blogspot.com. ഏറ്റവും മുകളിൽ URL നോക്ക്, URL ഏതാ അത് സെലക്ട് ചെയ്യ്. കണ്ട ഈ ഡൊമൈൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം, നിങ്ങളുടെ വെബ്സൈറ്റാ. നിങ്ങൾക്ക് കൊടുത്ത ടൈറ്റിലാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ കൊടുത്ത ടൈറ്റിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിങ്. അത് വന്നണ്ടാ? ഇങ്ങനെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അവിടെ HTML ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ആവാണ്. ഇത് നമുക്ക് SEO റാങ്കിങ് കൊണ്ടുവരികയും ചെയ്യാം, അതിനകത്തൊന്നും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാണ്. എന്നിട്ട് ആ ഡൊമൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരായിരിക്കണം, നിങ്ങളുടെ പേരിന്റെ കോമ്പിനേഷൻ ആയിരിക്കണം. ചിലപ്പോ ആ ഡൊമൈൻ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഡൊമൈൻ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ കൂടെ 1 2 3 എന്തെങ്കിലും എഴുതണം. URL എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ മോളിൽ വരുന്നില്ലേ ടാബില്, ആ കോപ്പി ചെയ്യുക, നിങ്ങളുടെ പേര് .blogspot.com. ബാക്ക് അടിച്ച് താഴത്തെ അതിന്റെ മുകളിൽ വെൽക്കം ടു മൈ ബ്ലോഗിന്റെ ബാക്കിലുണ്ടാ വെൽക്കം ടു മൈ ബ്ലോഗ് എന്ന് ടൈറ്റിൽ എഴുതിക്കണുണ്ടാ, അതിന്റെ അവിടെ ബാക്ക്വേർഡ് ആരോ ഉണ്ടാ തൊട്ട് മുകളിൽ ആദ്യം ക്ലിക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പയ്യെ മതി. താഴേക്ക് അവിടെ കിട്ടെ, അവിടെ വെൽക്കം ടു മൈ ബ്ലോഗ് ഉണ്ടാ, നിങ്ങൾ എഴുതിയിരിക്കുന്ന ബ്ലോഗാ. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതുമ്പോ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തേ, ക്ലിക്ക് ചെയ് കണ്ട അപ്പൊ എഡിറ്റ് ചെയ്യാം. നിങ്ങൾ അതുമ്പോ എന്തെങ്കിലും ലീഡ് ജനറേഷൻ ട്രെയിനിങ് ആക്കി, ലീഡ് ജനറേഷൻ കഴിഞ്ഞിട്ട് ട്രെയിനിങ് എഴുത്. എന്തെങ്കിലും ചെയ്തതിന് ശേഷം മുകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ആയി. ഇനി വീണ്ടും ബാക്ക് അടിച്ച് വെൽക്കം ടു മൈ ബ്ലോഗിന്റെ അവിടെ ബാക്ക് അടിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത പോസ്റ്റ് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ന്യൂ പോസ്റ്റ് ഇട്. അവിടെ എഴുത് മൈ സെക്കൻഡ് ബ്ലോഗ്, ടൈറ്റിൽ കൊടുക്ക്, താഴെ എഴുത് once our site is on Google search, confirm. കണ്ടാ താഴേക്ക് സ്ക്രോൾ ചെയ്യും. നിങ്ങൾ എഴുതിക്കണ ബ്ലോഗ് നോക്കണോ, ലാസ്റ്റ് ഏതുണ്ട്, ലാസ്റ്റ് മുകളിൽ വരും. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോയേ വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്യും, വ്യൂ ബ്ലോഗ്
ആ ക്ലിക്ക് ചെയ്യും. കറക്റ്റ് ലോഡ് ആവട്ടെ. കണ്ട നിങ്ങൾ ലാസ്റ്റ് എഴുതിക്കുന്ന ബ്ലോഗ് ആയിരിക്കും ഏറ്റവും ആദ്യം കാണിക്കുക.